പ്രിയപ്പെട്ടവരെ, മംഗളവാർത്തക്കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ഞായറാഴ്ചയിലെ സുവിശേഷം ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെ വാക്യങ്ങളാണ്. ലൂക്ക സുവിശേഷകൻ ഈ സുവിശേഷ ഭാഗത്തിന് മുൻപായിട്ട് രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലം വിവരിക്കുകയാണ്. മഹാനായ ഹെറോദേസ് രാജാവിൻ്റെ ഭരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഹെറോദ് ദ ഗ്രേറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ രാജാവ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈശോയുടെ പരസ്യ ജീവിതകാലത്തുള്ള ഹെറോദ് അന്തിപ്പാസ് രാജാവ് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഹെറോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെറോദസ് രാജാവ് ഇന്നത്തെ പലസ്തീന, ഇസ്രായേൽ മുഴുവൻ ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യോഹന്നാൻ്റെ മാതാപിതാക്കന്മാരായ സക്രിയായും എലിസബത്തും, സക്രിയ അബിയ എന്ന പുരോഹിതൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്. അക്കാലഘട്ടങ്ങളിൽ ഏകദേശം 20,000-ഓളം പുരോഹിതന്മാരാണ് യെറൂസലേമിലുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ആരാധനയ്ക്കുള്ള അവസരം അത് നറുക്കിട്ടാണ് പ്രത്യേകമായിട്ട് തീരുമാനിച്ചിരുന്നത്. ഇസ്രായേലിലെ പുരോഹിതന്മാരെ 24 ഗണങ്ങളായി തിരിച്ച് ഓരോ ഗണത്തിൽ നിന്നും ഓരോ ആഴ്ചത്തേക്ക് ധൂപാർപ്പണം നടത്താനായിട്ട് നറുക്കിട്ട് തീരുമാനിക്കും. അങ്ങനെ ഒരു പുരോഹിതൻ ജീവിതത്തിൽ കിട്ടുന്ന, ഒരിക്കൽ മാത്രം കിട്ടുന്ന അസുലഭമായ ഭാഗ്യമാണ് സക്രിയയ്ക്ക് കിട്ടിയത്. എലിസബത്തിനെ പറ്റിയും സക്രിയയെ പറ്റിയും പറയുന്നത് നീതിനിഷ്ഠരായിരുന്ന വ്യക്തികളായിരുന്നു അവർ എന്നാണ്. കുറ്റമറ്റ വ്യക്തികളായിരുന്നു. അതേസമയം തന്നെ അവരുടെ ജീവിതത്തിലെ വലിയ സഹനങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടിയിരുന്നു. ജനത്തിന് മുൻപിൽ അപമാനത്തിൻ്റെ വേദനയിലൂടെ അവർ കടന്നു പോകേണ്ടിയിരുന്നു. പക്ഷെ ദൈവം തൻ്റെ മകൻ്റെ വരവിനായി അതെല്ലാം ഒരുക്കുകയാണ്. ഈ സഹനങ്ങളും അപമാനങ്ങളുമൊക്കെ ദൈവം യേശുവിൻ്റെ വരവിനായിട്ട് പശ്ചാത്തലമൊരുക്കുകയാണ്. 3 പേരുകൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നു. യോഹന്നാൻ്റെയും സക്രിയയുടെയും എലിസബത്തിൻ്റെയും. യോഹന്നാൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം കർത്താവ് കരുണ ചെയ്തു എന്നാണ്. സക്രിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർത്തു എന്നുള്ളതാണ്. എലിസബത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം സമ്പൂർണതയാണ്, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് വാഗ്ദാനം ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥങ്ങളാണ് എലിസബത്ത് എന്നുള്ള പദത്തിനുള്ളത്. ഇത് 3ഉം ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ദൈവം വാഗ്ദാനം ചെയ്തത് ഓർത്ത് കരുണ ചെയ്തിരിക്കുന്നു. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം തന്നെയാണ്. മനുഷ്യാവതാരത്തിലൂടെ, തിരുപ്പിറവിയിലൂടെ ദൈവം മനുഷ്യനായി ചെയ്തത് തന്നെയാണ്. ദൈവം കരുണയോടെ മനുഷ്യവർഗത്തെ ഓർക്കുന്നു, അവനോട് കരുണ ചെയ്യുന്നു. ദൈവം കാരുണ്യവാനാണ് എന്നുള്ള വലിയ സത്യം നമുക്ക് ബോധ്യമാകുന്നു. ഒരുപക്ഷെ നമുക്ക് മറിയത്തിൻ്റെയും സക്രിയയുടെയും പ്രത്യുത്തരങ്ങളിൽ എന്താണ് വ്യത്യാസം എന്ന് തോന്നാം. ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ അരുളപ്പാട് സക്രിയയ്ക്കും മറിയത്തിനും കൊടുക്കുമ്പോൾ 2 പേരുടെയും പ്രത്യുത്തരങ്ങളിൽ സാമ്യമുണ്ട്. പക്ഷെ 2 പേർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ രണ്ടും വ്യത്യസ്തമാണ്. എന്താണ് അതിലുള്ള വ്യത്യാസം എന്ന് നോക്കുക. സക്രിയയ്ക്ക് ഗബ്രിയേൽ മാലാഖ ഈ അരുളപ്പാട് കൊടുക്കുമ്പോൾ സക്രിയ അത് അവിശ്വസിക്കുകയാണ്. ഒരു തെളിവിനായിട്ട് ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിനെല്ലാം സാധ്യമാണ്,
ആ സർവശക്തൻ്റെ ഒരു അടയാളം തന്നെയാണ് അത്ഭുതകരമായി ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഗബ്രിയേൽ മാലാഖ എന്ന് അവന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അത് ഏറ്റുപറയാനും ഈ ദർശനം തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അരുളപ്പാടായി തന്നോട് ദൈവം കാണിക്കുന്ന ആ വലിയ കാരുണ്യത്തിൻ്റെ അടയാളമായി തിരിച്ചറിയാൻ സക്രിയയ്ക്ക് സാധിക്കുന്നില്ല. അതാണ് സക്രിയയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് കാണുക. എന്നാൽ മറിയമാകട്ടെ, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുന്ന പ്രത്യുത്തരത്തിൽ വ്യക്തമാക്കുക, ഇതാ ദൈവത്തിൻ്റെ ജനിക്കാനിരിക്കുന്ന പുത്രൻ എങ്ങനെയാണ് കന്യകയായ തന്നിൽ കൂടി ജനിക്കുക എന്നുള്ള ഒരു പ്രായോഗിക ചോദ്യമാണ് മറിയം ചോദിക്കുന്നത്. ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ മറിയം ഇതാ പൂർണ്ണ മനസ്സോടുകൂടി അതിന് കീഴ്വഴങ്ങുന്നതായിട്ട് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രത്യുത്തരങ്ങളും വ്യത്യാസമുണ്ട്. ഒന്ന് കുറേയൊക്കെ അവിശ്വാസത്തിൻ്റെ, ദൈവത്തിന് ഇതൊക്കെ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയുടെയൊക്കെ ഒരു പ്രതിഫലനമാണ്. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് കാത്തിരിക്കുന്ന മറിയത്തിൻ്റെ ആ മനോഭാവവും പ്രത്യുത്തരവുമാണ്. ആഗമനകാലത്തേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകമായി എന്താണ് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം? വിശ്വാസത്തോടുകൂടി പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. നിൻ്റെ സഹനങ്ങളും നിൻ്റെ വേദനകളുമൊക്കെ ഈശോയ്ക്ക് ജനിക്കാനായിട്ട് അവസരമാകും എന്നോർക്കുക. സക്രിയയെപ്പോലെ എലിസബത്തിനെ പോലെ നീതിനിഷ്ഠരാകുക. യോഹന്നാൻ വന്നത് എന്തിനാണ് എന്നുകൂടി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാൻ ഇതാ യോഹന്നാൻ കടന്നു വരികയാണ്. മലാക്കിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യവും പ്രഭാഷകൻ്റെ പുസ്തകം 48-ാം അധ്യായം 10-ാം വാക്യവും ഇവിടെ കൊണ്ടുവരുന്നതാണ്. സമാനമായ വാക്യങ്ങളാണ്. യേശു കടന്നു വരുന്നത് അനുരഞ്ജനത്തിനാണ്, ഹൃദയ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി തന്നെയാണ് യോഹന്നാൻ പ്രവർത്തിക്കേണ്ടതും. അതുകൊണ്ട് ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ഈ ഹൃദയ ഐക്യം, മനസ്സിൻ്റെ അടുപ്പം എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരാൻ, അങ്ങനെ ക്രിസ്മസിന് വേണ്ട വിധത്തിൽ ഒരുങ്ങാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ക്രിസ്മസ് ഒരുക്കകാലം ഫലപ്രദമാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ആശംസിക്കുന്നു. ആമേൻ.